പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആമേൻ ഉണ്മയോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു രാത്രി നമ്മെ വിട്ട് കടന്നുപോയി. അനേകർ ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും ഈ പ്രഭാതത്തിൽ വച്ചിരുന്നു. അതൊന്നുപോലും നിവർത്തിക്കുവാനോ കാണുവാനോ പ്രതീക്ഷിച്ചതൊന്നും നേടുവാനോ കഴിയാതെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ട അനേകർ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ നടുവിലും തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരെ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ച് നല്ലൊരു പ്രഭാതം കൂടെ ഈ 2-ാമത്തെ മാസം 4-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ആമേൻ അല്പനിമിഷം ആമേൻ ധ്യാനിപ്പാൻ ഉൽപ്പത്തിയുടെ പുസ്തകം 48-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നു. 48-ാം അധ്യായം 15-ാമത്തെ വാക്യം. പിന്നെ അവൻ യോസേപ്പിനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ താല്പര്യം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കൂ. കർത്താവ് നിങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കും. ഇവിടെ നമുക്കറിയാം ആമേൻ സ്വന്തം സഹോദരന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ തന്നെ പൊട്ടക്കുഴിയിലിട്ട് ചത്തു എന്ന് ആമേൻ ചത്തുപോകുമെന്ന് അവൻ മനസ്സിലാക്കി അവനെ അതിനകത്തുനിന്ന് പുറത്തെടുത്ത് മിദ്യാന അവരുടെ കയ്യിൽ അവർ കൊടുത്തു, പൈസ വാങ്ങി. ആമേൻ പിന്നെ അവൻ എവിടെയാണ് എന്ന് ആർക്കും അറിയാതിരിക്കുമ്പോൾ സ്തോത്രം 48-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും 45-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോഴും അതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യോസേപ്പിൻ്റെ ആമേൻ അരികിൽ ക്ഷാമകാലത്ത് തൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാം വന്ന്, തൻ്റെ സഹോദരങ്ങളെല്ലാം വന്ന് തൻ്റെ മുമ്പിൽ ആമേൻ മുട്ടുമടക്കി വണങ്ങുന്നത് നമ്മൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, നിന്നെ ആമേൻ ശപിച്ച കരം കൊണ്ട് തന്നെ നിന്റെ തലയിൽ വച്ച് അനുഗ്രഹിക്കുന്നൊരു ദിനം ദൈവം തരാൻ പോകുകയാണ്. ഷുഡബനരഗതുനി. ഈ പകൽക്കാലം ഈ മെസ്സേജ് ദൈവം തരുമ്പോൾ ആമേൻ ഇതിൻ്റെ 48, 49, 50-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ വാർദ്ധക്യത്തിൽ യാക്കോബ് തൻ്റെ മകനായ യോസേപ്പിനെ അനുഗ്രഹിക്കുമ്പോൾ 50-ാമത്തെ അധ്യായത്തിൽ സകലരെക്കാളും ഉന്നതമായി ആമേൻ പ്രൈസ് ദി ലോർഡ് വാഴ്ത്തത്തങ്ങൾ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ യാക്കോബിൻ്റെ നിര്യാണം കൊണ്ട് ആമേൻ ആ ഭാഗം അവിടെ അവസാനിക്കുന്നില്ല. ദൈവകുഞ്ഞെ, ഇന്ന് പകലിലും നിന്നെ ശപിച്ചവരുടെ കരം നിന്റെ ശിരസിൻ്റെ മേൽ വരുന്ന ദിനങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. സ്തോത്രം. ആമേൻ. പിന്നെ അവൻ അനുഗ്രഹിച്ചു. എൻ്റെ പിതാവായ അബ്രഹാമും യാക്കോബും ആമേൻ ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നേ വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം മുതൽ തൻ്റെ ജനനം മുതൽ ഇതുവരെ എന്തുമാത്രം പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയല്ലേ. വാഴ്ത്തത്വമുള്ളവൻ അങ്ങനെയാ. കൂടെ നിൽക്കുന്നവരെല്ലാവരും ചതിക്കും. പ്രൈസ് ദി ലോർഡ്. കൂടെ നിൽക്കുന്നവരെല്ലാം ആമേൻ നിന്നെ ഒറ്റപ്പെടുത്തും.
വേണമെങ്കിൽ നിന്നെ കൊല്ലാൻ വരെ അവർ മടിക്കത്തില്ല. അതാണ് മനുഷ്യർ. സ്തോത്രം. യോസേപ്പിന് എല്ലാവരെയും മനസ്സിലായി. കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെയും ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രയത്നിച്ചവരെ കൊല്ലാൻ വരെ മടിക്കാത്ത ജനം എൻ്റെയും നിങ്ങളുടെയും നടുവിലുണ്ട്. സ്തോത്രം. അത് മറന്നു പോകരുത്. അതുകൊണ്ട് ആമേൻ, അമിതമായി ആരെ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ആമേൻ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. 16-ാം വാക്യം പറയുന്നു, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും, കണ്ടോ, പ്രൈസ് ദി ലോർഡ്, സകല ദോഷങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ വ്യഭിചാരം വരെ ചെയ്യിക്കാൻ ശത്രു ആമേൻ യോസേപ്പിൻ്റെ പിറകെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വിടത്തില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്നാൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും സ്പഷ്ടമായും സംസാരിക്കുന്നു. സ്തോത്രം. എൻ്റെ ദൈവപൈതലേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ്, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഉരുവായ ശേഷം ആമേൻ, അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ പൊക്കിൾ കൊടിയ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഉദരത്തിൽ വച്ച് ആമേൻ, സ്തോത്രം, വളർത്തി അതേ 9 മാസം കഴിഞ്ഞ് പ്രസവിച്ച് പിന്നെ കൈ വളരുന്നുവോ കാല് വളരുന്നുവോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവന്ന യോസേപ്പിനെ ആമേൻ, സ്തോത്രം, തകർത്ത് ഉടച്ചു കളഞ്ഞ് ഒരു കോലാട്ടുകൊറ്റൻ്റെ ചങ്കിനെ അറുത്ത് യോസേപ്പിന് തൻ്റെ അപ്പൻ തുന്നിക്കൊടുത്ത അങ്കിയിൽ അതിനെയെല്ലാം പുരട്ടി അപ്പൻ്റെ സന്നിധി കൊടുത്തിട്ട് പറയാം, അപ്പാ, കാട്ടു ചെന്നായ്ക്കൾ ആമേൻ യോസേപ്പിനെ കൊന്നുകളഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും മാത്രമേ ശേഷിച്ചുള്ളൂ എന്നൊരു കാര്യം വന്ന് ഒരു വലിയ ഒരു നാടകത്തിൻ്റെ ഒരു ഭാഗമെന്ന പോലെ പഠിച്ച് പറയുന്നത് പോലെ വന്ന് ആ ഒരു നല്ലൊരു അഭിനയം ആമേൻ യാക്കോബിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചു. ഇന്നും പലരും അങ്ങനെ അഭിനയമാ. ദൈവപൈതലേ, അഭിനയമാ. കാര്യസാധ്യത്തിന് വേണ്ടി അഭിനയിക്കുക. ശമനപരഗതുനി. അവരെ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ വന്ന് അഭിനയിക്കുന്ന ദൈവദാസനെ നിന്നോട് പറയുന്നേ, ദൈവദാസിയെ, അഭിഷത്തെ, നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നേ, നിങ്ങളുടെ മുമ്പിൽ അഭിനയത്തോടെ വരുന്നവരെ തിരിച്ചറിയണം. തിരിച്ചറിയാനുള്ള വെളിപ്പാടുകൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. എല്ലാവർക്കും വേണ്ടി മുഴങ്കാൽ മടക്കരുത് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം ആമേൻ നിങ്ങളുടെ കഴുത്തിൽ കത്തിവെക്കുന്നത് അവരായിരിക്കും. ശമനപരഗതുനി വൈഡകരാജകൽക്കനാദി. ആമേൻ. യോസേപ്പിന് തലയിലിരിപ്പുണ്ട് ഏതാ? ജ്യേഷ്ഠന്മാർക്കുള്ള ഭക്ഷണം, വെള്ളം, ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആമേ കൈ കഴുകേണ്ട സോപ്പ്, പ്രത്യേകിച്ച് വേറെ കുപ്പിയിലുള്ള വെള്ളം, ഇതെല്ലാം തലയിലിരിപ്പുണ്ട്. ഒരു വലിയ കൊട്ടയ്ക്കകത്തിരിപ്പുണ്ട്. ആ കൊട്ട ഇറക്കി വച്ചിട്ട് അവനെ സ്വപ്നക്കാരനെന്ന് പറഞ്ഞ് ആ കൊട്ടയിൽ അവർ കഴിക്കാൻ കൊണ്ടുവന്ന ആഹാരമെടുത്ത് തട്ടിക്കളഞ്ഞിട്ട് അതേ കൊട്ടയിൽ തന്നെ അവനെ വിറ്റുകളഞ്ഞു. ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. ശമനപരഗതനാകര. നീ ദൈവത്തോട് നന്ദി പുലർത്തുന്നവനായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മകളെ കെട്ടിക്കാൻ വേണ്ടി മാത്രം സ്നാനപ്പെടരുത്. മകളെ കെട്ടിച്ചു വിടാൻ വേണ്ടി മാത്രം ദൈവത്തെ പ്രാർത്ഥിക്കരുത്. പള്ളിയിൽ പോകരുത്. ജീവനുള്ള നാൾ വരെയും എൻ്റെ കർത്താവിനെ ഉണ്മയോടെ ഞാൻ സേവിക്കുമെന്ന് പറഞ്ഞ എത്ര പേരുണ്ടെന്ന് പകൽക്കാലം? അവർക്ക് നിൽക്കാൻ കഴിയൂ. 16-ാം വാക്യം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ
ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരുമായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ, യോസേപ്പിന്റെ മേൽ വീഴുന്ന അനുഗ്രഹം കണ്ടോ? സകലരെയും വച്ചൊരൊറ്റ അനുഗ്രഹം. ഓ, ഇന്ന് പകലിൽ ഹല്ലേലൂയ, ദൈവകുഞ്ഞെ, നീ ഇപ്പോൾ കറങ്ങുന്ന ഈ കഷ്ടതയുണ്ടല്ലോ, അത് നിന്നെ വലിയൊരു അനുഗ്രഹത്തിലേക്ക് നടത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. യേശുപ്പച്ചൻ്റെ കാലിൽ മുറുകെ പിടിച്ചോ. ഹല്ലേലൂയ. എങ്കിൽ ഈ ഫെബ്രുവരി മാസം കഴിയുന്നതിന് മുൻപ് നിന്റെ ജീവിതം തിരുത്തി കുറിക്കുന്ന, നിന്റെ തലങ്ങൾ മാറുന്ന ഒരു ദിനമായി തീരുമെന്ന് പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം ആലോചന വിളിച്ചു പറയുകയാണ്. യോസേപ്പിന്റെ മേൽ അപ്പന്റെ കൈ ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, ആ വലം കൈ തൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, ആമേൻ, സ്തോത്രം, യോസേപ്പ് കണ്ടപ്പോൾ അവന് ഇന്ന് പകൽക്കാലം ഒരു വലിയ അത്ഭുതം അവന് തലമേൽ ദൈവാത്മാവ് നൽകുവാനിടയായി. സ്തോത്രം. 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ദൈവകുഞ്ഞുങ്ങളെ, ഈ ദിവസങ്ങളിൽ അഭിഷക്തന്മാരെ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് അമർന്നിരിക്കാം. ഇന്ന് പകലിൽ മനുഷ്യരെ നിങ്ങൾ അമിതമായി വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ സഭയിലെ വിശ്വാസികളാകട്ടെ, ആമേൻ, നിങ്ങളുടെ കൂടപ്പുറപ്പുകളാകട്ടെ, ദൈവത്തെക്കാൾ നിങ്ങൾ അമിതമായി വിശ്വസിക്കരുത്. നിങ്ങളെ ചതിക്കും. നിങ്ങളെ എങ്ങും എത്താത്ത തലത്തിലേക്ക് അവർ നിങ്ങളെ, ആമേൻ, ആ ചതിക്കുഴിയിൽ കൂടെ നിങ്ങളെ കടത്തിവിടും. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, വാഴ്ത്തത്വമുള്ളവനെ എത്ര ചതിക്കുഴി കൂടെ കടത്തിവിട്ടാലും അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, യോസേപ്പല്ല നമ്മൾ. യോസേപ്പല്ല നമ്മൾ. പക്ഷേ ഒന്ന് ചിന്തിക്കൂ, യോസേപ്പിന്റെ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. യോസേപ്പിന്റെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. യോസേപ്പല്ല നമ്മൾ. യോസേപ്പിന്റെ സ്ഥാനം നമ്മൾ എടുക്കരുത്. എടുക്കണമെങ്കിൽ അതുപോലെ നമ്മളായിത്തീരേണ്ടതായുണ്ട്. ഒത്തിരി പടകൾ കയറേണ്ടതായുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗിന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. സകല മാനുഷ്യമായ പോരുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ക്രൂശിൻ്റെ പാതയിൽ ഞങ്ങളെ നിർത്തണം. അപ്പൻ്റെ പൊന്നുകരം കൂടെ ഇരിക്കണമേ. അങ്ങവിടുന്ന് പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.